19 കൊടുത്താ 19. അത് 21. ആ ഇത് 20 റുപ്യ. ഇത് അതൊക്കെ പാൽ പൈക്കള്. ഇത് 20 റുപ്യ. പിന്നെ മോരിക്കുട്ടികളാക്കണോ? ആ അത് 7 റുപ്യ. ആ ചോപ്പ്. അതാണ് ഈ 9.5 റുപ്യ. അതിന്റെ അപ്പുറം 10.5 റുപ്യ. പിന്നെ 12. വെള്ള ഈ കാങ്കായൻകൂട്ട് ഇതാണ്. ഒറിജിനൽ ജേഴ്സി അല്ല, അങ്ങനത്തെ അതല്ലേ. ഇത് 10.5 റുപ്യ. ഇത് 12 റുപ്യ പൈക്കുട്ടി. ഇത് 12 പൈക്കുട്ടി. ഇത് പൈക്കുട്ടി. പിന്നെ അതൊക്കെ ഉണ്ട്. അത് 13.5. അതിന്റെ അടിയിൽ പിന്നെ 7 റുപ്യന്റെ കുട്ടികൾ ഒരു 4 അത് മുരിക്കുട്ടികളാ. 4 മുരിക്കുട്ടികൾ 7000 മേനി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിൽക്കണോ ആ പൈക്കുട്ടി ചോദിക്കുന്നുണ്ട് 16 റുപ്യ. പിന്നെ പാൽപ്പച്ച ആക്കണോ വലിയ അച്ചാണ്. വലിയ അച്ഛൻ കുട്ടിയുണ്ട്, അത് ചോദിക്കുന്നുണ്ട് 38 റുപ്യാണ്. പിന്നെ ചീമമൂരി കുട്ടികളുണ്ട് വലുത് ആക്കണോ. ഇത് 2 നമ്മൾ വിറ്റ് കെട്ടിക്കണോ. ഇനി അവിടെ 3 പാടുണ്ട്. ഇത് കാങ്കായൻകുട്ടി. അത് കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ വെള്ള. അത് 11.5 റുപ്യ ചോദിക്കണ്ട്. ഒക്കെ ചെറിയ ചെറിയ കായ് നമ്മൾ പൊട്ടിച്ചുകാണ്ടേ കൊടുക്കുക. എല്ലാത്തിനും വിലയായി. ആ വലുതിന്റെ ഞാൻ പറഞ്ഞല്ലോ ആക്കണോ. ആ വലിയ മുരിക്കുട്ടി ചീമ കുട്ടി. ആ പശുവും കുട്ടിയും പാടാം 38 റുപ്യ. ആ ആ പാലിന്റെ ഗ്യാരണ്ടി 7 ലിറ്റർ പാല് നമ്മൾ പറയണ്ടേ. അത് നമ്മൾ നാട്ടിൽ നിന്ന് എടുത്ത് വെച്ചാ, ചന്തപ്പയ്യല്ല. നാട്ടിൽ നിന്ന് എടുത്ത ബൈക്കുകളാണ്. പിന്നെ ഇതൊക്കെ ചന്തപ്പൈക്കൾ വന്നാണ്, ചെറുപാലിന്റെ ബൈക്കുകളാണ്. ആ മൊത്തം 10-28 എണ്ണം ഉണ്ട്. 28 എണ്ണം ഉണ്ട് ഇന്ന് കൊടുന്നത്. എവിടുന്ന പറ്റി 4 ഒപ്പിച്ചത്? എവിടുന്ന പോയി 4 ഒപ്പിച്ചു? അല്ല അരി വാങ്ങണം. ഈ കോലത്തിൽ അരി വാങ്ങായല്ലേ. ഇപ്പൊ ചോദിച്ചിന് കൊടുക്കണേ. മത്തി പോലെയല്ല അവിടെ സാധനം. ആ പൗതി കാണാത്തോലെ വരുന്നുണ്ട്. ആ കൊടുക്ക കച്ചവടം നടക്കട്ടെ. ഒരു 500 റുപ്യക്കും വേണ്ടി കാക്കൊരു 500 റുപ്യക്കും വേണ്ടി നിങ്ങൾ തെറ്റിപ്പോണ്ട. ആ കൊടുക്ക. ചെറിയ ലാഭത്തിനാ കൊടുക്കണ്ടേ. ആ വിട്ടു കൊടുക്ക. കൊണ്ടേ പോറ്റട്ടെ ആൾക്കാര്. വിട്ടുകൊടുക്ക. ഏതാ വണ്ടി നോക്കാണ്? അതാ അത് ചോദിക്കണ്ടേ 10 റുപ്യ. അത്രക്കുണ്ട്. കഴിച്ചു കാണണോ? നോക്കി നല്ല വളർത്താൻ പറ്റിയ കുട്ടിയാ. നല്ല കച്ചുങ്കാലകരുള്ള കുട്ടിയാ. നോക്കി സാധനം. ആ കൊടുത്തോ? നിങ്ങൾക്ക് ഏതാ വണ്ടി നോക്കി? അത് നോക്കി കിട്ടീന് കൊടുക്കുകയാണ് ഇപ്പൊ. എടുക്കണം. അത് കുട്ടിയും പച്ചുമ്പോൾ അതിന്റെ കുട്ടിയാണ്. ആ പച്ചന്റെ കുട്ടിയാ. അത് മാത്രം കൊടുക്കൂല. നിങ്ങൾക്ക് ഈ വെള്ളക്കുട്ടി ഉണ്ടായിക്കോളേ. നല്ല കുട്ടിയാണേ. ഇതാ കൊമ്പ് ചാടാത്ത ചെറിയ കുട്ടി. കൊണ്ടേ വളർത്തി നല്ല കച്ചുങ്കാലകരല്ല. ഇറച്ചി കൂടിയ അത്യാവശ്യം വലുപ്പത്തിക്കും ഉണ്ട്. അതിന് കഴിച്ചു കാണിച്ചു വെച്ചാ ഞാൻ കാണിച്ചു കൊടുത്തേ. അല്ല സാധനം കണ്ടോളൂ നിങ്ങള്. സാധനം കാണിന് കായ് കൊടുക്കണ്ടല്ലോ. സാധനം നോക്കി. പൈക്കുട്ടിയാണോ? അതല്ല പൈക്കുട്ടിയാ, ജാതിക്കുട്ടിയാ. ഇതും പൈക്കുട്ടിയാണ്. എന്റെ മടി കണ്ടങ്ങള് ഉണ്ടോ? നല്ല പൈക്കുട്ടിയാണ്. ആ പൈക്കുട്ടി എന്താ വെച്ചിട്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞെടുത്താ ചോദിക്കണ്ട. നിങ്ങൾക്ക് എത്രക്കുണ്ട്? 1 ഉറുപ്പ്യ ഉണ്ട് കൊണേ പറയും.
ചോദിച്ചീന് നമ്മൾ കൊടുക്കും. വാ, ഈ പച്ച ഉണ്ടായിക്കോളി വെക്കുവാ. നിങ്ങളിങ്ങനെ നടക്കണ്ട, ഈ ചെറുപച്ച ഉണ്ടായിക്കോളി. വലിയ വില ഇല്ല, ഒക്കെ ഇറച്ചിക്കായ്ക്ക് കൊടുക്കണേ. പൈസ എണ്ണി വാങ്ങാ, ലൈവായിട്ട് തന്നെ വാങ്ങിക്കേ. ഈ കുട്ടിയാണോ? അല്ല, ഈ ഒരു കുട്ടി ഉണ്ടായിക്കോളെ, ചീമത്തണ്ട് കുട്ടി. ആ ബൈക്കുട്ടി കാണിച്ചതാ. ആ വീഡിയോ കാണി. കൊടുക്ക, മൂപ്പര് ഒന്ന് കൊണ്ടേ പോറ്റാനാ. അതിന്റെ കോൻപൽ പറഞ്ഞെടുത്താണ് കൊടുക്കുക. അല്ല, മടിയുള്ള കുട്ടിയാ, വളർത്താൻ പറ്റിയ. എന്റെ ആ ഈനും കാര്യങ്ങളും നോക്കി നിങ്ങളെ കണ്ടോ, അതിന്റെ ഔട്ടൊക്കെ ഇപ്പൊ തന്നെ നോക്കി. അതാ വളർത്തുട്ടി. ഏയ് ഒരു 2 കൊണ്ടേക്കോളി, നിങ്ങൾ മടിച്ചിക്കണ്ട. കണ്ടു വരി. എത്ര പറഞ്ഞ പോരെ? ആ 2 പാടെ കൊണ്ടേക്കോളി. ആ മോരിക്കുട്ടിയാ പൈക്കുട്ടിയും പാടാ. നല്ല കുട്ടിയാ, വളർത്താൻ പറ്റിയ കുട്ടിയാ. എളുപ്പമുള്ള കുട്ടികളാണേ, കൊമ്പ് ചാടിയിട്ടല്ലേ ഉള്ളൂ. മൂപ്പേരെ കുട്ടികളല്ല. എത്രക്ക് ഉണ്ടാക്കോ? എത്ര പറഞ്ഞു നിങ്ങളെ പൈക്കുട്ടിക്ക്? നിങ്ങളൊന്നും കണ്ടില്ലേ? അല്ല, നിങ്ങൾ എന്തെങ്കിലും കണ്ടിണ്ടാവില്ലേ? അതിനെ പറഞ്ഞാണി ഒക്കുച്ചി ഇപ്പൊ പിടിച്ചു തരാനാണേ. വരി, അങ്ങനെ പോയല്ലേ. ആ കൊടുത്തുക്കണോ? ആ മജിയാക്കാ കൊടുത്തണോ? മാണെങ്കിൽ ലാഭം കൊടുക്കേണ്ടി വരും. എന്നാ കൊടുക്കാം നമുക്ക്. പജ്മ പാലുണ്ട്. ഈ പജ്ജ ഉണ്ടായിക്കോളി നിങ്ങക്ക്. ഒരു ഒതുങ്ങിയ പജ്ജാണ്. പജ്ജ നേരാക്കിയ നേരാണല്ലോ പജ്ജ. തീറ്റും വെള്ളം കൂടിയൊക്കെ ഉള്ള കുട്ടിയാ.